ഹായ് എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ കയ്യായുധം വേണ്ട. അപ്പൊ രണ്ട് വെട്ടത്തിയും കൊണ്ടാ നിക്കണത്. അപ്പൊ നമ്മളെ മഴ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ വന്നും പോയി നമ്മളെ പേടിപ്പിച്ചോണ്ട് നിൽക്കുകയാണ്. 2 ദിവസമായി ഇരുട്ടായിട്ട് വരും, അതേപോലെ പോവും, വീണ്ടും വരും, പോവും. പക്ഷെ ഒരു തുള്ളി ഇങ്ങോട്ട് ഭൂമിക്ക് പെയ്യുന്നില്ല. കുറച്ച് കുറവുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു വീക്കം തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെ പഴുപ്പാണ് കേട്ടോ. എന്നാലും നമ്മളെ ഇതൊക്കെ നടക്കുന്നുണ്ട്, സംസാരം നടക്കുന്നുണ്ട്. ഇവിടെ പഴുപ്പ് അതിന്റെ വയ്ക്ക് പോട്ടെ. അപ്പൊ നമ്മളെന്താ ചെയ്യണ അറിയുന്നത്, നമ്മളെ അടുത്തുള്ള താത്തേ, അടുത്തുള്ള നമ്മളെ വീടിന് ഇപ്പം ഈ നിൽക്കുന്ന വീടിൻ്റെ തൊട്ട് മുന്നത്തെ താത്ത ഈ റബ്ബർ തോട്ടത്തിൽ കുറച്ച് തെങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തെങ്ങിൻ്റെ ഇതൊക്കെ ഓലക്കൊടി മട്ടൽ അതൊക്കെ വീണിരുന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി പറഞ്ഞിട്ട്. അപ്പോൾ എന്നും നമുക്ക് ഓരോരോ തിരക്കാകുമ്പോൾ നമ്മൾ അത് എടുക്കാതെ നിൽക്കുകയാണ്. അപ്പം ഇനി നമ്മൾ എന്താണെന്നറിയോ, അത് എടുത്തിട്ടില്ലെങ്കിലേ എടുത്തിട്ടില്ലെങ്കിൽ മഴ പെയ്താൽ നമുക്ക് ഒന്നിനും പറ്റൂല. അപ്പം നല്ല മഴക്കാറ് മൂടിക്കുന്നുണ്ട്. അപ്പം അമ്മേനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് പോയിട്ട് അത് വെട്ടിയെടുക്കുക, അതിൻ്റെ ഓലക്കൊടി നമുക്ക് കൊടുക്കുക, വറക് ഒലിക്കും കൊടുക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോവുകയാണ്. താത്ത അവിടെ ഉണ്ടാവട്ടോ. താത്ത ഇന്നാള് പറഞ്ഞു കൊടുക്കാൻ, ഒന്നും കൂടി പോയി ചോദിക്കട്ടെ. പിന്നെ നമ്മളെ വീട്ടിലും കുറെ പണിയുണ്ട് ചെന്നിട്ട് കഴിഞ്ഞിട്ട്. അല്ലെ ചെന്നിട്ട് വീട്ടിലേക്ക് വേണം പോവുക. അതിങ്ങനെ പറ്റും കൊണ്ടാ. അപ്പൊ എന്താ ഓലക്കൊടി വെട്ടട്ടോ. ഇനി നാളെ ഞായറാഴ്ച, നാളെ കല്യാണം. അപ്പൊ നാളെ കല്യാണം ചെറിയ പരിപാടിയാണ്. എന്നും പരിപാടി പോലെ നമ്മള് 3 ദിവസം ഇരുന്നായിട്ട് ഡെയിലി പരിപാടിയാണ്. ഡെയിലി പരിപാടിയാണ് കേട്ടോ. ഇന്നും നാളെ ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പരിപാടി ഉണ്ട്. അപ്പൊ ഞങ്ങള് ഓലക്കൊടിക്കാൻ പോലെ ഓലക്കൊടി മാത്രമുള്ള നമ്മളെ വീട്ടില് കൊറേ പണിയുണ്ട്. നമുക്ക് ഓലക്കൊടി കിട്ടുന്ന തന്നെ വലിയ കാര്യം കേട്ടോ. എന്താ വെച്ചാല് മാറ്റിടാണ്ട് അതിന് പോകണം. ഓലക്കൊടി പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മള് അവിടെ കുറച്ചല്ല കുറേ പോകണം. അവിടെ ഒരു പാടത്തുനിന്ന് നമ്മൾ ഓലക്കൊടിയൊക്കെ കൊണ്ടുവന്നിരുന്നത്. പക്ഷെ ഇപ്പൊ ഇത്ര അടുത്തുനിന്ന് കിട്ടുമ്പോൾ നമ്മളത് വേണ്ട വെച്ച് കളയാൻ പറ്റൂല. ഓലക്കൊടി പോലും ഇവിടെ ഇല്ല തീ പിടിപ്പിക്കാന്. ഷീറ്റ് ഉണ്ട് അതിന്റെ മുകളിൽ. ഷീറ്റ് കൊണ്ടിട്ടോ, വറകിന്റെ മുകളിൽ ഷീറ്റ് വേണം, അല്ലെങ്കിൽ മഴ പെയ്താല് അതും നനയും. അപ്പൊ ഓലക്കൊടി വെട്ടാൻ പോണേ. മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഫസ്റ്റ് പെയ്യണം വേണ്ടത്. കാരണം മഴ ഇല്ലാത്ത കാര്യം ഇപ്പൊ മദ്രസ ഒക്കെ പൂട്ടിന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ പോയാല് എല്ലാരെ കാര്യം അവതാളത്തിലാവും. വെള്ളമില്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല. ഇവിടെയൊക്കെ ജലനിധി വെള്ളമാണ് കേട്ടോ. ഇപ്പൊ 2-3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസമായി വെള്ളം കിട്ടിയിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എത്രയാണ്, കുളിക്കാനും നനയ്ക്കാനും എല്ലാത്തിനും ആൾക്കാർ കുടുങ്ങിക്കുക. അപ്പോൾ എന്തായാലും പെയ്ത് കിട്ടട്ടെ അല്ലേ, അതിന് പ്രാർത്ഥിക്കുക. നമ്മളെ വെട്ടാൻ പോവാണ്. അതിന്റെ അപ്പൂസ് തെറ്റിപ്പോയി. എന്താ പ്രശ്നം? എവിടെ നിൽക്കണ്ടോന്ന് ഞാൻ റെഡി ആയി തരണത്. ഞാൻ റെഡി ആക്കണോ? ഞാൻ കുഴങ്ങിട്ട് നിൽക്കാരാ. ഇപ്പൊ ഇവിടെ നല്ല തണുപ്പാണ്. റബ്ബറാണേ, റബ്ബറിന്റെ ഇടയിൽ കൂടെ ഉള്ള തെങ്ങാണ് ഇത്. വലിയ തോട്ടാണ്. വലുതല്ല, 10 ഉള്ളൂ അല്ലേ? റബ്ബറിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഇടകലർന്ന തെങ്ങ്. അപ്പൊ ഓലക്കൊടി നമുക്ക് നല്ല ആവശ്യമാണ്. ഓലക്കൊടി നമ്മള് ഇരിഞ്ഞിങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും, ബാക്കിയൊക്കെ ഇവിടെ ഇടും. ഓലക്കൊടി നമുക്ക് കെട്ടാക്കി അതല്ലേ ഓരോന്നിന്റെ ചോട്ടിലിടുന്ന അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മള് ഒക്കെ ഇങ്ങോട്ട് വലിച്ചു കൂട്ടി ചെയ്യാ. അങ്ങനല്ലേ അമ്മ അവിടെ അമ്മ വലിച്ചു കൊണ്ടിരുന്നേ. ഞാനും ശരിയും വലിച്ചു കൊണ്ടുവരാം. അമ്മ വെട്ടിയാ മതി. നല്ല കാര്യം. എന്നാ അപ്പൂസിനെ വിളിച്ചോണ്ടിരാ, നമ്മൾ വലിച്ചു വിടണോ? എന്നാ ഫുള്ള് വലിച്ചു കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ ഞാൻ കൂട്ടാം. ഞാന് എന്ത് ചീത്ത പറഞ്ഞാലും ഒരു വിഷയമല്ല. കാരണം അമ്മമാരങ്ങനെ പോലും നമ്മൾ ഈ തൊട്ടയിലും പിടിച്ചതിനൊക്കെ ചീത്ത പറഞ്ഞാല് ഒരു വില ഉണ്ടാവില്ല. പക്ഷെ ഏട്ടനൊന്നും മെല്ലെ ചീത്ത അറിയാൻ പുറപ്പെട്ട പെട്ടെന്ന് ഒരു മനസ്സിലാവും.
ഇനി വൈക്ക് വരൂല. അമ്മ വെട്ടിക്കോളി, ഞാൻ എടുത്തോണ്ട് തരാം. നമ്മൾ ഓണറെ വീടട്ടത് പോയതാണ് ഷർട്ട് ഇട്ടായിരുന്നു കാണാൻ തന്നെ വെട്ടി തരണ്ടേ മിന്നി ഒന്നുണ്ട് തലേക്ക് കഴിഞ്ഞോ അതുകൊണ്ടാ നമ്മളെ വീടാട്ടാ അത്. കിട്ടിയ ഇവിടെ തന്നെ എടുത്തു. അതൊക്കെ എല്ലാതുണ്ട്. കുറച്ച് പോരെ? ഇനി അമ്മ അങ്ങനെ ചെയ്തോളട്ടെ. അമ്മ ഞങ്ങൾ കൊണ്ടുവന്നേരട്ടോ. ഇപ്പൊ തൊട്ട് മുമ്പ് തന്നെ നമ്മളെ റോഡ്, മെയിൻ റോഡ്. കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? ഞാൻ ജയിക്ക പ്രശ്നമില്ല. ഓലക്കൊടി വെട്ടാന് വെട്ടിയതാ. കത്തിന്റെ തലണ്ടേ കണ്ടോ? മുട്ടും കാലുമ്പോ തട്ടിയിട്ട് കത്തിന്റെ തലപ്പ് വളഞ്ഞു. സാർ അതങ്ങോട്ട് വരി. അപ്പൊ ഇന്റെ അടുത്തുനിന്ന് കത്തി വാങ്ങിയിട്ട് ഞാനാക്കി തരാന്ന് പറഞ്ഞതായിരുന്നു. ഇനി എന്തിനാ ഇങ്ങനെ തൊട്ട് നോക്കണത്? ചോരണ്ടല്ലോ, ഞാൻ പോയിട്ട് വരാം. ഓൻ വരുവോ? ഞാൻ പോരാ. എന്തിപ്പോ പറ്റി? നിങ്ങൾ എന്ത് കാട്ടി? എന്ത് എന്താ കാട്ടിയോ? കത്തിരി തെറിച്ചു കയ്ന്ന്. ഞാൻ വെട്ടാ. ചോര നിൽക്കാനാണ്. ഇത് മുറികൂട്ടിയാണ് ഇല കേട്ടോ. അപ്പൊ ഞാൻ കാണിക്കാൻ പറ്റില്ല. അവിടുന്ന് തന്നെ ഇങ്ങനെ കയ്യിലിട്ട് കുറച്ച് കൊണ്ടുവന്നു. കുറച്ച് വെള്ളം കുടിച്ചില്ലേ? അതിന് മാത്രമൊന്നുമില്ല. അല്ല എന്നാലും ചെറിയ മുറിയല്ലേ, വിഷയല്ല. ഞങ്ങള് മുറിയത് കാരണം അവിടുന്ന് പോകുന്ന അമ്മ ഒറ്റക്കാട്ടോ. ഇതാട്ടോ നമ്മള് കണ്ടോ, ഈ മുറി കൂട്ടിയ സാധനം വെച്ചാൽ അവിടെ നിൽക്കുമെന്നാ പറയാ. പച്ചമുറി നിങ്ങളില്ലല്ലോ. നിങ്ങളുണ്ട്. എന്നാ ഞാൻ പോയിട്ട് അമ്മേൻ്റെ ഒപ്പം കുറച്ച് വെട്ടി കൊടുത്തിട്ട് വരട്ടോ. അപ്പം അങ്ങനെ ഓലക്കൊടിയൊക്കെ വെട്ടിരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചെടുത്തു. ഒരു 5-8 കെട്ടൊക്കെ ഉണ്ടാവും. ഓലക്കൊടിയൊക്കെ എടുത്ത് നമ്മളെ വീട്ടിലെത്തി. ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഈ ഉമ്മറത്ത് കൂട്ടി വെച്ചിട്ടുള്ള കല്ലൊക്കെ വെട്ടുകല്ല് ഉള്ളിലേക്ക് കൊണ്ടുവയ്ക്കാം അല്ലേ? ഭയങ്കര പണി കേട്ടോ. അമ്മ ഇവിടെ ചായ കുടി തുടങ്ങിട്ടോ. ഞാൻ ഇവിടെ പോന്നപ്പോൾ അമ്മയ്ക്ക് ചായയൊക്കെ കൊണ്ടുപോകുന്നു. കണ്ടോ, എന്താ കടി? പാർലിജി ബിസ്ക്കറ്റും കട്ടൻ ചായയും ആണ് കേട്ടോ നമ്മളെ ചായക്കടി. അപ്പം നമ്മളെ ഏട്ടന് ചായ വേണ്ടല്ലോ, പച്ചവെള്ളം മതിയെന്ന്. ഇനി ഞാൻ വെള്ളത്തിൽ വീണ്ടും അങ്ങനെ പോട്ടെ. മുറി മാറിയോ? ഒരു മുറി അതായോ? അപ്പൊ എന്താണ്? അപ്പോൾ പറഞ്ഞ് മഴ വരുന്നുണ്ട്. വരുന്നുള്ളൂ തോന്നുന്നുണ്ട്. മഴ പറഞ്ഞാ പോകും. എന്തിനാ വെറുതെ പറയണില്ല ഞാൻ. ഇന്ന് നനയ്ക്കണ്ടേ നമ്മള്? ഈ കല്ലില് മാത്രം മോശം. മറ്റതൊക്കെ നല്ല ഉറപ്പുണ്ട്. നല്ല കല്ലാണ്. അല്ല ഒക്കെ അല്ല, കുറച്ച് മാത്രം, കുറച്ച് ഭാഗം നല്ല സൈഡൊക്കെ പൊട്ടണല്ലേ? നല്ല നല്ല ഉറപ്പുണ്ട്. അപ്പൂസൊരു പെട്ടി മുട്ടായി വെച്ചിട്ടുണ്ട്. അപ്പൂസൊരു പെട്ടി മുട്ടായി വെച്ചിട്ടുണ്ട്. നമ്മൾ നനയ്ക്കണ്ടോ? അപ്പൊ നമ്മള് വീടൊന്ന് നനയ്ക്കണം കേട്ടോ. കുറഞ്ഞൊരു നനവുണ്ട്. ഷംസാൻ്റെ കൊണ്ട് ഒരാഴ്ച നമുക്ക് ഒരാഴ്ച കറക്റ്റ് കിട്ടി. വിരുന്നുപോയി. പിന്നെ എംസാൻ്റെ അല്ലേ, എംസാൻ്റെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ നന കൊടുക്കണം എന്നാ പറയണേ. ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ തരി 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 ഇങ്ങനെ ചാടുന്നു. സാധാ അതുകൊണ്ടല്ലാത്തതുകൊണ്ട് എംസാൻ്റെ ഉണ്ട്.
കുട്ടികൾ പോകുന്നുണ്ട്. കുട്ടികൾ പോയിക്കൂടെ? ചാടി കഴിഞ്ഞോ? ചാടി കഴിഞ്ഞ മണ്ണ് പോരാണ്ട്. എന്താപ്പോ? അപ്പൊ നമ്മളെ വീടിന് നമ്മളൊരു പുതിയ മോഡൽ കണ്ടു കേട്ടോ. പക്ഷെ ഇപ്പൊ ഇനി ഒന്നും കാട്ടാൻ പറ്റൂല. ഇപ്പൊ നമ്മളെ ജനലൊക്കെ വെക്കല് കഴിഞ്ഞിട്ടോ. അപ്പൊ നമ്മളെ റൂമിനൊക്കെ ഉണ്ടല്ലോ ഈ ജനൽമലൊക്കെ പുതിയ മോഡല്. പക്ഷെ നിങ്ങളോട് അനിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. റഫീഖ് കോണ്ടാക്ടും പറഞ്ഞിട്ടുണ്ട്. ആ മോഡല് വീടായി കിട്ടിയാൽ മതി വിചാരിച്ചിട്ട് ആ മോഡലിലേക്ക് അങ്ങൊന്നും പോയില്ല. കുറച്ചുകൂടി മുന്നിട്ട് വാർക്കുക. നമുക്ക് ജനൽമ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറയാ, വീഡിയോ പിടിക്കുക, അതിനൊക്കെ പറ്റും. പക്ഷെ എന്താ ഒരു സംഭവം കൂടി ഉണ്ട് അതിന്മേ. നമ്മളെ റൂം കുറച്ച് വലിപ്പം കുറയുന്നു. അപ്പൊ നമ്മള് ഇരിക്കാനുള്ളതും കൂടി ആവുമ്പോഴേക്കിന്. പക്ഷെ ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ജനൽ വെച്ചു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. എന്നാലും പക്ഷെ അത് മോഡലായിരുന്നു. നമുക്കിങ്ങനെ അവിടെ ഇരുന്നിട്ട് നമ്മളെ വിശേഷങ്ങളൊക്കെ പറയാൻ ബെസ്റ്റ്. പക്ഷെ ഇവിടെ ഹാളിലായാലും പറ്റിയെന്നല്ലേ. ഇനിയിപ്പോ ഒന്നും കേട്ടാൻ പറ്റൂല. പക്ഷെ എന്നാലും എല്ലാരും പറയുന്നുണ്ട് അടിപൊളിയാണ് എന്നിട്ടോ. അടിപൊളിയല്ലേ? എന്റെ കല്ലറ്റിലവിടെ നോക്കും വീഡിയോ എടുക്കുന്നു. പിന്നെന്താ പറയാ, ഇപ്പൊ ഉള്ളത്തെ ഈ കല്ലൊക്കെ ഒരു ഭാഗത്തേക്കൊക്കെ വെച്ച് കുറച്ചും കൂടി സ്ഥലമൊക്കെ കിട്ടിയ പോലെ തോന്നി. ഇനി നമ്മളെ തേപ്പും കൂടി കഴിയുമ്പോ ശരിക്കും ഇപ്പൊ ഇപ്പഴാണ് പറയണത്. അന്നും കണ്ട് ശ്രദ്ധിച്ചല്ലേ, മോൻ വിചാരിച്ചു ഷിജിക്ക് നല്ല ഐഡിയ ഉണ്ടാവും കരുതി വീഡിയോ എടുക്കുമ്പോ. അതൊക്കെ മറ്റേ ജനല് വെക്കാതെ നമുക്ക് നീക്കണേ മര്യാക്കന്റെ വല്യച്ഛന്റെ മോന് ഇതിന്റെ വർക്കാണ്, ടവറിന്റെ വർക്കാണ്. അങ്ങനത്തെ ഇതൊക്കെ ചെയ്യും. പക്ഷെ ഞാനും എന്ത് വിചാരിച്ചെന്നറിയോ, നമുക്ക് എങ്ങനെയാലും നമ്മളൊരു വീട് ഒരു വാതിലും ജനലും വെച്ച് അങ്ങനെ വിചാരിച്ചുള്ളൂ. അതുമൊക്കെയുള്ള മോഡലും കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല. അപ്പൊ അതുണ്ടായത് കേട്ടോ. ഇപ്പൊ തോന്നുക എന്തായാലും നമ്മള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോ ഇതേ സെയിം റേറ്റ് തന്നെയാണ് ആ പഠിക്കുന്നത്. അധികമൊന്നും കൂടൂലെന്ന് പറഞ്ഞു. കൂടുതലൊന്നും കൂടൂലെന്ന് അടിച്ചേരിയുണ്ട്, ഫുള്ള് അടിച്ചേരി വൃത്തിയാക്കിണ്ട്. പണിക്കാര് വരുമ്പോ ഞെട്ടും. എന്ത് വൃത്തി അല്ലേ? അമ്മ ഫുള്ള് അടിച്ചു നോക്കാം. എല്ലായിടത്തും കൂടി അടിച്ചേരിയുണ്ട്. നമുക്ക് ആ ഭാഗത്ത് നമ്മളെ വീടിന്റെ അപ്പുറത്തെ ഭാഗത്ത് കന്നിമല അങ്ങോട്ട് ഭാഗത്ത് ഫുള്ള് JCB പണിയെടുത്തപ്പോൾ കുണ്ടായിണ്ട്. അപ്പോൾ അടക്കം നിറയ്ക്കാണ്ട് ഒരുപാട് പണിയുണ്ട്. ഈ കല്ല് ഫുള്ള് കൊണ്ടാക്കിയാണ്ട് കുറച്ചുകൂടെ കൊണ്ടുവച്ചോ. ഇനി കൊണ്ടാക്കിയാണ് നല്ല വെയിറ്റ്. മുറ്റത്തിൽ എടുക്കണ്ട, സിറ്റ് ഔട്ടിൽ നമുക്ക് നമ്മളെ പ്ലാനിങ് പറഞ്ഞാൽ സിറ്റ് ഔട്ട് നമ്മൾ താത്തി വാർക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ പണിക്കാർ പെട്ടെന്ന് എന്തായാലും കുറച്ച് കേട്ടെ. അപ്പോൾ ഈ കല്ലൊക്കെ ഉടന്ന പണിയാവും, ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഷോവാള് ഷിജെ, ഇവിടെ നമ്മൾ ഷോവാള് വിചാരിച്ചിരുന്നു. കൈ കൊണ്ട് എടുക്കണ്ട, കൈയെടുത്ത വേനൽ. ആ ഷോവാൾ എന്താക്കിപ്പോ ഈ ഭാഗത്ത് ഈ ഫില്ലറിന്റെ ഭാഗത്ത് അപ്പുസമാരുന്ന ഇവിടെ ഒരു ഫില്ലറിന്റെ ഷോവാള്. അപ്പൊ അനിയൻ പറഞ്ഞ അവിടെ കമ്പിയുണ്ട് ഗ്രില്ലുകൊണ്ട് ചെയ്യാം. പിന്നെ ഈ ഭാഗത്ത് അങ്ങനെ എപ്പോഴെങ്കിലും അല്ലേ ആഗ്രഹം പറയാലോ എപ്പോഴായാലും. അപ്പൊ കുറച്ച് അപ്പൊ അവിടെ അപ്പുറത്ത് പുറത്ത് രണ്ടു ഭാഗത്ത് ഷോവാൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഷോവാളാണ് ചെറുത്. പക്ഷെ എന്താണെന്നറിയോ, നമുക്ക് ഇതിന്റെ മുമ്പൊന്നും അങ്ങനെ വീടിനെ കുറിച്ചുള്ള ഒരു സങ്കല്പങ്ങളൊന്നും ഉണ്ടായില്ല. വീട് വേണം, അല്ലാതെ മോഡലും കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു ചോരാത്തൊരു വീട് വേണം, ഒരു വീട് എന്നാകുക, ഒരു അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളതിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഇപ്പൊ വീട് ഇത്രയൊക്കെ ആയപ്പോ പുറത്തിറങ്ങിയാലൊക്കെ കാണുന്ന വീടുമൊക്കെ നോക്കുക, ഇതിന്റെ മോഡൽ ഇങ്ങനെയാണ്, നമുക്ക് അങ്ങനെയൊക്കെ ഓരോ ചിന്ത വരാൻ മുന്നൊക്കെ നമുക്ക് സെറ്റ് ആയല്ലോ. പക്ഷെ കാണാൻ നല്ല മൊഞ്ചുണ്ട്. അവിടെ നോക്കുമ്പോ തന്നെ മനസ്സിലാവും ഉള്ളത് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. ഉള്ളത് നമ്മളെ കോൺട്രാക്ടർ എഞ്ചിനീയർ ഒന്നല്ല, എഞ്ചിനീയർ നല്ല സാധാ അങ്ങനത്തെ പണിക്കാരൻ തന്നെയാണ്. അവൻ്റെ ഐഡിയ ആണ് കംപ്ലീറ്റ്. പക്ഷെ എന്നാലും നമുക്ക് ജനൽമ കൂടെ ഒക്കെ എന്തൊക്കെ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. മുകളിലൊക്കെ അങ്ങനത്തെ സ്ഥലമാണത്, അതുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തത്. നമുക്ക് കുറേ പണിയുണ്ട്. ഇനി എതിർക്കാണ്ട് ചായ കുടിക്കാണ്ട് മെയിനായിട്ട് ഈ കല്ല് ഫുള്ള് കൊണ്ടാക്കിയാണ്ട്. കാരണം ഇവിടെ ഒരു സൺസൈഡ് വരും. നമ്മൾ കല്ലിറക്കിയിട്ടുണ്ട് കേട്ടോ. 2 ലോഡ് കല്ലും കൂടി 3 ലോഡ് കല്ലും കൂടി നമുക്ക് വന്നിട്ടുണ്ട്. നല്ല കല്ലാണ്. പക്ഷെ ഇത് ചെവിടി ഇങ്ങനെ കാണാന് ഇങ്ങനെയുള്ളൂ, പക്ഷെ നല്ല ഉറപ്പാണ്. പക്ഷെ എല്ലാരും പറയും ഇതെന്താ വെള്ളക്കല്ല്. പക്ഷെ ഇതൊക്കെ അതേമാതിരി ഇതൊക്കെ നല്ല ഉറപ്പുള്ള കല്ല, നല്ല അടിപൊളി. നമ്മളെ സ്നേഹിതനായതുകൊണ്ട് നമുക്ക് വില കുറച്ച് തന്നു കല്ലിന്. എല്ലാരും അതാ വെള്ളം ഏറ്റി കൊണ്ടുപോകണം. വെള്ളമില്ലാത്ത കാരണം താഴത്തുനിന്ന് തപ്പിച്ചിക്ക് വെള്ളം എടുത്ത് കൊണ്ടുപോകണം.
ഇവിടുന്ന് പറഞ്ഞിട്ടാലോ. ഇപ്പം നമ്മൾ ഇന്നത്തെ വിശേഷം നിർത്തുകയാണ്. കുറേ പണിയുണ്ട്. കല്ലൊക്കെ അങ്ങോട്ട് ഉള്ളിലേക്ക് കാറ്റണം. ഇങ്ങനെ നമ്മൾ വർത്താനത്തിന് നമ്മളെ സമയം ഇങ്ങനെ പോകും അല്ലേ. അപ്പൊ നാളെ പുതിയ വിശേഷം നമുക്ക് ഇന്നത്തെ വിശേഷം നിർത്തുക. വാ 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 നമ്മൾ രണ്ടോളൊന്ന് പറയണേ. വാ അപ്പൂസ് വാ വാ. അപ്പൊ നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ. അമ്മ എവിടെ ആക്കട്ടെ. അമ്മ ബായ്. അമ്മ എവിടെ ബായ്.